അള്ളാഹുവിനെ വെറുപ്പിച്ചിട്ട് നാട്ടുകാരെ കൂടെ കൂടുന്നത് എന്തിന്? അള്ളാഹു സ്നേഹിയായാൽ നാട്ടുകാർ കൂടെ വരേണ്ടി വരും. ഇല്ലെങ്കിൽ നാട്ടുകാർ ഖിയാമത്ത് നാൾ വരെ നന്മ പറയും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് വേണ്ടി ജീവിച്ചു. നാട്ടുകാർക്ക് മുഴുവൻ, നാട്ടിലെ വിവരസ്ഥന്മാർക്കിൽപ്പെട്ട വലിയൊരു ശതമാനത്തിനും ഭരണാധികാരികൾക്കും വെറുപ്പ്. ആരോട്? ഇമാം ശാഫിഈയോട്. മരിച്ചിട്ട് എത്രയായി? 204 മരിക്കുന്ന ഹിജറ. ഇത് ഹിജറ 1442. ഹിജറ 204 ജനിക്കുന്നത്. ആര്? ഇമാം ശാഫിഈ. മരിച്ചിട്ട് 1200 സിസ്റ്റം കൊല്ലായി. ഇന്ന് വരെ ഒരു ദിവസം 10,000 ലക്ഷക്കണക്കിന് തവണയെങ്കിലും ആ മനുഷ്യന്റെ പേര് പറയാതെ ഈ ഭൂമിയിൽ സൂര്യൻ ഉദിച്ചിട്ടില്ല, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ആർക്കേൽപ്പിച്ചു? അക്കാലത്ത് രാജാക്കന്മാരെ തൃപ്തിപ്പെടുത്തിയ ദുനിയാവിന്റെ തലയെ കെട്ടുകാരുണ്ടായിരുന്നു. അവരെവിടെ? തലയെ കെട്ട് തലയിൽ വെച്ചിട്ട് ധനാഢ്യന്മാരെയും അധികാരികളെയും തൃപ്തിപ്പെടുത്തിയ തലയെ കെട്ടുകാരുണ്ടായിരുന്നു. ദുനിയാവിന്റെ കോത്താമ്പികള്. ഈ ദുനിയാവിന്റെ കോത്താമ്പികൾ എവിടെ? അടികൊണ്ട് വീണു, ആ രോഗത്തിൽ മരിച്ചു ഇമാമിനെ ശാഫിഈ. ഇമാമിനെ ശാഫിഈ. ആരോരുമില്ലാത്ത നാട്ടിൽ മരിച്ചു ഇമാം ബുഖാരി. ഉസ്ബെക്കിസ്ഥാനിലാണ് ഇമാം ബുഖാരിയുടെ മഖ്ബറ. സുബ്ഹാനല്ലാഹ്. ഒരു മരുഭൂമിയിൽ. ഇന്ന് നാട് വിട്ട് പട്ടണമായി. ആരെ കൊണ്ട്? ഇമാം ബുഖാരിയെ കൊണ്ട്. നാട് പട്ടണ പുറത്താക്കിയതാ. സ്വന്തം നാട്ടിൽ നിന്ന്, ബുഖാറയിൽ നിന്ന് രാജാവ് പുറത്താക്കി. ആരെ? ഇമാം ബുഖാരിയെ പുറത്താക്കി. എന്റെ കാര്യം? കൊട്ടാരത്തിൽ വന്ന് ദർസ് നടത്തണം എന്ന് പറഞ്ഞു. കൊട്ടാരത്തിലെ പിള്ളേർക്ക് അവർ പള്ളിയിൽ നിന്നോട്ടെ, കൊട്ടാരത്തിൽ ദർസ് നടത്തുന്നു എന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, കൊട്ടാരത്തിൽ വന്നാൽ സാധുക്കളായ ജനങ്ങൾക്ക് ദർസിൽ പങ്കെടുക്കാൻ കഴിയില്ല. അവർക്ക് കൊട്ടാരത്തിൽ ബവ്വാബ് ഉണ്ടാവും, ഗേറ്റ് കീപ്പറെ അങ്ങോട്ട് കയറ്റൂല. അതേ സമയത്ത് പള്ളിയിലായാൽ കൊട്ടാരത്തിലുള്ളവർക്കും പങ്കെടുക്കാം. പറ, സാധുക്കൾക്കും നാട്ടുകാർക്കും പങ്കെടുക്കാം. എനിക്ക് അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കലാണ് ഉദ്ദേശം. വലിയ ശമ്പളം വരാനാണ്, ശമ്പളം എനിക്ക് ആവശ്യമില്ല. അപ്പോൾ പറഞ്ഞു, ആ പള്ളിയിൽ ശമ്പളം നിർത്തുന്ന ആൾ ഞാനാണ്, ഞാൻ ശമ്പളം നിർത്തുന്ന. അതും വേണ്ട, അങ്ങനെ പറ്റൂല, പള്ളി എൻ്റെ മുതലാണ്, അതുകൊണ്ട് ഇവിടുന്ന് പോകേണ്ടി വരുന്നോ? പോകാം. എന്നാലും കൊട്ടാരത്തിൽ തീർച്ചയാത്തൂല. എന്നാ വണ്ടി വിട്ടാറും ആയിക്കോട്ടെ. പോയി സമർക്കന്ദിലേക്ക് യാത്ര ചെയ്യുകയാണ്. സമർക്കന്ദിലെത്തില്ല, വഴി വെച്ച് മരിച്ചു ഇമാം ബുഖാരി. ഒന്ന് റളിയല്ലാഹു അൻഹു പറഞ്ഞാളെ മലയാളിയെ രാവിലെ ഉണ്ടായിരിക്കുക ബുഖാരി. അങ്ങനത്തെ ആൺകുട്ടി അരഞ്ഞ് പിന്നെ ദുനിയാവിലുണ്ടായത്. ആൺകുട്ടിയുടെ പേര് പറയാതെ ലക്ഷക്കണക്കിന് തവണ ഈ ഭൂമിയിൽ ആ മനുഷ്യന്റെ പേര് പറയാത്ത ഒരു പ്രമാണമുണ്ടോ? ഒരു പ്രദോഷമുണ്ടോ? ഒരു പകലുണ്ടോ? ഒരു രാത്രിയുണ്ടോ? നാട്ടുകാരൊക്കെ പുറത്താക്കിയതാ. പിന്നാലെ പോകാൻ ആളുകൾ ഉണ്ടായില്ല. ആരുണ്ടായില്ല? പുറത്താക്കി. ഇന്നോ ആ കാലഘട്ടത്തിൽ രാജാവിന് ഒപ്പിച്ച് ഫത്വ കൊടുത്ത ദുനിയാവിന്റെ കേടികളായ തലയെക്കെട്ടുകാരുണ്ടായിരുന്നു. അവരെവിടെ? ഒരാളെയും ഒരുത്തനും പേടിക്കണ്ട. ആര് മാത്രം? പറഞ്ഞാളി ആര് മാത്രം? അള്ളാഹുവിനെ മാത്രം ഒരുത്തനും പേടിക്കണ്ട. എന്നാ ഒരുത്തനും പേടിക്കാതിരിക്കും വേണ്ട. അള്ളാഹുവിന് വേണ്ടി ഒരാളെയും പേടിക്കാതിരിക്കുകയും വേണ്ട, അള്ളാഹുവിന് വേണ്ടി ഒരാളെയും പേടിക്കുകയും വേണ്ട. പേടിക്കേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടാൻ നമ്മോട് കൽപ്പിച്ചവരെ നാം ഭയപ്പെടണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, അവൻ അള്ളാഹുവിൻ്റെ കൂടെ നിൽക്കണം. മനസ്സിലായോ പറഞ്ഞത്? അവൻ അള്ളാന്റെ കൂടെ നിൽക്കണം. എല്ലാവരും നമ്മളെ നേതാവാക്കി. എന്നിട്ട് കാര്യം എന്താ കാര്യം? ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യം എൻ്റെ റബ്ബിനെ ഏൽപ്പിക്കുന്നു. ഇതൊരു മുഅ്മിനിന്റെ വിശ്വാസധാരയാണ്. ഇതൊരു മുഅ്മിനായ മനുഷ്യന്റെ ഉറപ്പാണ്. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നജ്ജാശിയുടെ നാട്ടിലേക്ക് ഹിജ്റ പറഞ്ഞയച്ചു മുഹമ്മദ് മുസ്തഫ. നജ്ജാശിയോ ക്രിസ്ത്യാനിയ. അവിടെ അദ്ദേഹം ഒരു മനുഷ്യപ്പറ്റുള്ള ആളുമായിരുന്നു നജ്ജാശി. അങ്ങനെ അവിടെ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു നജ്ജാശി. അപ്പോൾ മക്കക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി അബിസീനിയയിൽ വന്നു. എന്നിട്ട്
ക്രിസ്ത്യാനിയായ രാജാവിൻ്റെ അടുത്ത് വന്ന് കുത്തിത്തിരിപ്പ് പറഞ്ഞു കൊടുത്തു ഇവരെ പറ്റി. എന്താ കുത്തിത്തിരിപ്പ്? നിങ്ങൾ എന്തിനാ ഇവർക്ക് അഭയം കൊടുത്തത്? നിങ്ങൾ യേശുവിൻ്റെ ആളുകളല്ലേ, യേശു ദൈവപുത്രനല്ലേ, യേശുവിനെ പറ്റി ദൈവപുത്രനാണ് എന്ന വിശ്വാസം ഇവർക്ക് ഇല്ല. ബൈബിള് ശരിയായ അള്ളാഹുവിന്റെ കലാമാണ് എന്ന്, ദൈവത്തിന്റെ വാക്കുകളാണ് എന്നവർക്ക് വിശ്വാസമില്ല. പകരം അതിൽ മാറ്റിത്തിരുത്തൽ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇവരുടെ വിശ്വാസം. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമെല്ലാം ആ മതത്തിൽപ്പെട്ട ഉന്നതന്മാരായ ആളുകൾ ഇരിക്കുന്ന സദസ്സിലാണ് ഒരു സംഘം മക്കക്കാർ ഇത് വന്ന് രാജാവിനെ ചക്രവർത്തി അറിയിച്ചത്. ചക്രവർത്തി മിണ്ടാതിരുന്നുവെങ്കിലും പരിസരത്തിരുന്ന പുരോഹിതന്മാർ ശബ്ദം വെക്കാൻ തുടങ്ങി. അത്തരം ആളുകൾക്ക് യേശുവിനെ ദൈവപുത്രനല്ല എന്ന് വാദിക്കുന്നവർക്ക് ഇവിടെ അഭയം കൊടുക്കാൻ പാടില്ല. അങ്ങനെ അപ്പോൾ രാജാവ് നിർബന്ധിതനായി. രാജാവ് വിളിച്ചു. ധാരാളം പാരിതോഷികം കൊണ്ടുവന്നിട്ടുണ്ട് മക്കക്കാർ രാജാവിനെ സന്തോഷിപ്പിക്കാൻ. ആ പാരിതോഷികങ്ങളൊക്കെ അവിടെ രാജസദസ്സിൽ വെച്ചു പെട്ടെന്ന് വരാൻ പറയുന്നു. ആ 70 ആളുകൾ കൊട്ടാരത്തിന്റെ പരിസരത്ത് അഭയം കൊടുത്ത 70 ആളെയും പെട്ടെന്ന് സദസ്സിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ 69 ആളുകളോടും പറഞ്ഞു, ആരും മിണ്ടരുത്, മിണ്ടുന്നത് ഞാൻ സംസാരിക്കും. ആരോട് ചോദിച്ചാലും ഇയാളെയാണ് ഞങ്ങളുടെ നേതാവാക്കിയത്, അയാൾ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ മിണ്ടേണ്ട. പിന്നെ രണ്ടാമത് വേറൊരു പ്രശ്നമുണ്ട്. ആരും രാജാവിനെ കണ്ടാൽ ഒന്ന് കുനിയണം. അതാണ് അബസീനിയൻ നിയമം. ഇവർ ഇന്ന് വരെ രാജാവിന്റെ മുന്നിൽ കുനിഞ്ഞിട്ടില്ല എന്ന് മാത്രവുമല്ല, ഈ മക്കക്കാർ വന്ന് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അവർ രാജാവിന്റെ മുന്നിൽ പോലും കുനിയുകയില്ല. രാജാവിന്റെ മുന്നിൽ കുനിയാത്ത ആൾ നടപ്പോ അയാൾക്ക് അഭിമാനത്തിന് പ്രശ്നമായി. മക്കക്കാർ തൊട്ടടുത്തുനിന്നു ജാഫർ ബിൻ അബി ത്വാലിബിന്റെ നേതൃത്വത്തിൽ വിളിച്ച ഈ സംഘം ഇങ്ങനെ കയറി വന്നു. കോടതിയിലേക്ക് ആൺകുട്ടികളെ പോലെ കയറി. എന്തായില്ല, കുനിച്ചില്ല. അപ്പോൾ തന്നെ പരിസരത്തുള്ള മതപുരോഹിതന്മാരും രാജാവിന്റെ കിങ്കരന്മാരും പറയാൻ തുടങ്ങി, കണ്ടില്ലേ അവരുടെ ദാർഢ്യം. കയറി വന്ന ഉടനെ ഇവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ രാജനിയമം പാലിക്കാത്തത്? അപ്പോൾ ജാഫർ മറുപടി പറഞ്ഞു, രാജനിയമം ദൈവ നിയമത്തിനെതിരായതുകൊണ്ട്. അതെന്താ? മനുഷ്യൻ ഒരാളുടെ മുന്നിൽ തലകുനിക്കാൻ പാടില്ല, തലകുനിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ മാത്രം. ശരി, അതെന്റെ കാര്യം, എന്റെ മതത്തിന്റെ കാര്യമാണ്. അടുത്ത പ്രശ്നം, മറിയം, നിങ്ങൾ ഈസയെ പറ്റി എന്ത് പറയുന്നു? അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഒരു വചനം, അള്ളാഹുവിന്റെ ഒരു ദാസൻ, അടിമ, ഒരു നബിയും, അത്ര തന്നെ. വലിയ കുൻ, ഇതാ ഞങ്ങളെ വിശ്വാസം. എന്നിട്ട് ഞാൻ എന്ത് നടന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. മേശയിൽ 3 അടി അങ്ങോട്ട് അടിച്ചു പറഞ്ഞു, ഇതാണ് ആൺകുട്ടികൾ, നിങ്ങളൊക്കെ പെണ്ണുങ്ങളായതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് തലകുനിക്കുന്നത്, നിങ്ങൾ എത്ര കാലം ഇവിടെ പറിച്ചോളൂ പോയിക്കൊള്ളുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറച്ച് ആൺകുട്ടികളെ കാണണമെന്ന് പൂതി ഉണ്ടായിരുന്നല്ലോ, ആയിരുന്നു. ഇന്ന് അത് കണ്ടല്ലോ, ആൺകുട്ടികൾ നിങ്ങൾ പോയിക്കൊള്ളുന്നു. ഇവരൊക്കെ എനിക്ക് തലകുനിക്കും. എന്തുകൊണ്ട്? ഇവരൊക്കെ പെണ്ണുങ്ങളാ, എനിക്ക് തലകുനിക്കാൻ മാത്രമേ ഇവരുള്ളൂ, നിങ്ങൾ പോയിക്കൊള്ളേ. എനിക്ക് സന്തോഷമായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന കുറച്ച് ആൺകുട്ടികളെ മരിക്കണ മുമ്പ് കാണണമെന്നാണ്. അത് ഇന്ന് എനിക്ക് അർത്ഥവത്തായി ദൈവം സ്ഥാപിച്ചു തന്നു. ഏതായാലും ആൺകുട്ടികളെ കണ്ടല്ലോ, നിങ്ങൾ പോയിക്കൊള്ളുന്നു. നിങ്ങൾക്ക് എത്ര കാലം ഇവിടെ വർക്കാറ്? ഒരുപാട് കാലം അവരവിടെ താമസിച്ചു. പിന്നെ അവർ മക്കയിലേക്ക് പോയില്ല. മദീന സ്വതന്ത്രമായതിനു ശേഷം മദീനയിലേക്കാണ് പിന്നീട് തിരിച്ചു പോയത്. മനസ്സിലായോ പറഞ്ഞത്? ഖൈബറിലേക്ക്. ഖൈബറിന്റെ ഫതഹ് കഴിഞ്ഞപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ തിരിച്ചു വരുമ്പോഴത്തിന് ഇവർ അബസീനയിൽ നിന്നെത്തിയിട്ടുണ്ട്. അതാണ് ഹബീബായ റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ടാണ് മദീനയിൽ പ്രവേശിച്ചത്. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞ്, എന്തിനാണ് നബി ഇങ്ങനെ പുഞ്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ജാഫർ വന്നതുകൊണ്ടോ, ധീരനായ ജാഫർ തിരിച്ചു വന്നതുകൊണ്ടോ, അതല്ല ഖൈബർ ഫതഹായത് കൊണ്ടോ എന്തോ തഹല്ലല വജ്ഹുൽ മുസ്തഫ, പുണ്യ നബിയുടെ മുഖത്ത് ചന്ദ്രക്കല ഉദിച്ചതുപോലെയുണ്ടെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ തന്നെ. ആ കുട്ടി ഒരാളെയും പേടിക്കണ്ട, ഒരാളെയും പേടിക്കാതിരിക്കും വേണ്ട. അള്ളാഹു അവരുടെ കൂടെയുണ്ടോ, നാം അവരുടെ കൂടെ നിൽക്കുക. അള്ളാഹു കൂടെ അല്ലേ? ഒരാൾക്കൂടൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും കഴിയില്ല, ആർക്കും കഴിയില്ല. ഞങ്ങൾക്ക് കഴിയുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവർ ഭൂഗോളം കണ്ട ഏറ്റവും വലിയ വിഡ്ഢികൾ. ഞങ്ങളിങ്ങനെ കുറെ കഴിവുള്ളവരാണ്, ഞങ്ങളിങ്ങനെ വലിയ കൂട്ടരാണ്, ഞങ്ങൾ ഇങ്ങനെ വലിയ വിഭാഗമാണ്, ഞങ്ങൾ പറഞ്ഞാൽ ഇവിടെ അങ്ങനെയാവും ഇങ്ങനെയാവുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഖുർആന്റെ അലിഫിന്റെ മാന പോലും അറിയാത്തവരാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരാൾക്കൊന്നും കഴിയില്ല, ഒരാൾക്കൊന്നും കഴിയില്ല. എന്നാ ഒരാൾക്കൊന്നും കഴിയാതിരിക്കില്ല. ഒരു 10 വയസ്സായ കുട്ടി ഒരു നാടിന്റെ വ്യവസ്ഥിതി മാറ്റി എന്ന് ബുഖാരിയിലുണ്ട്.
എന്റെ ആമന ബില്ലാഹ്. ഒരു ചെറിയ കുട്ടിയെ ഒരു റോമൻ രാജാവ് എന്ത് ചെയ്തു? സാഹിറാക്കാൻ പഠിപ്പിച്ചു. പക്ഷേ കുട്ടി സാഹിറായില്ല, കുട്ടി മുഅ്മിനായി. അവസാനം മുഅ്മിനീങ്ങളില്ലാത്ത നാട്ടിൽ ആ കുട്ടി മുഅ്മിനായി. മുഅ്മിനായപ്പോൾ ആ കുട്ടിക്ക് അല്ലാഹു വലിയ കഴിവ് കൊടുത്തു. അന്ധന്മാർ ആ കുട്ടി ദുആ ചെയ്താൽ സുഖപ്പെട്ടു. വെള്ളപ്പാണ്ട് മാറി, കുഷ്ഠം മാറി. ബുഖാരിയിൽ നിങ്ങൾ കണ്ടതല്ലേ ആ ഹദീസൊക്കെ. അവസാനം രാജാവിന്റെ മുഖ്യ ഉപദേഷ്ടാവ് കുട്ടിയുടെ മജ്‌ലിസിൽ വന്നു. നീ കൺകാഴ്ച തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടു. ഈ അന്ധനായി രാജാവിന്റെ മുഖ്യ ഉപദേഷ്ടാവ്. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാനല്ല, റബ്ബി. റബ്ബ് കൊടുക്കും. അതിനെന്താ വേണ്ടത്? റബ്ബിൽ വിശ്വസിക്ക്. റബ്ബിനല്ലാത്ത ഒരാൾക്കും കഴിവില്ലാന്ന് വിശ്വസിക്ക്. ഓ, വിശ്വസിച്ചു. കാഴ്ചശക്തി തിരിച്ചു കിട്ടി. നാട്ടിൽ പല ആളുകൾക്ക് മാറ്റങ്ങളുണ്ടായി. അപ്പോൾ രാജാവ് സന്തോഷിച്ചു. എന്തുകൊണ്ട്? രാജാവ് മനസ്സിലാക്കി എന്തുകൊണ്ട്. ഓ, സിഹർ പഠിച്ചവൻ പഴയ സാഹിറിനേക്കാളും വലിയ സാഹിറായി. പക്ഷെ പഠിച്ചു നോക്കുമ്പോൾ രാജാവാണ് റബ്ബ് എന്ന് വിശ്വസിക്കേണ്ടതാണ് അവിടുത്തെ രാജനിയമം. എന്നാൽ രാജാവിനെ വിശ്വസിക്കാത്തവനാണ് ഈ കുട്ടി. കുട്ടിയെ വരുത്തി. കുട്ടിയോട് രാജാവ് ചോദിച്ചു, ഞാനാണ് റബ്ബ് എന്ന് വിശ്വാസമല്ലേ? ഇല്ല. നീ എന്ത് റബ്ബ്? വൈകുന്നേരം ഉണ്ണുകയും രാവിലെ വിസർജിക്കുകയും ചെയ്യുന്ന, വിസർജിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന നീ എന്ത് റബ്ബാവാനാണ്? നീ ഒന്നുമല്ല. അവസാനം നിങ്ങൾ ചിന്തിക്കീർ, ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ വേണ്ടി രാജാവ് 18 തടവും ചെയ്തിട്ട് കുട്ടിയെ കൊല്ലാൻ രാജാവിന് കഴിഞ്ഞില്ല. പല നിലക്കും കൊല്ലാൻ നോക്കി. ഒരു രാജ്യം മുഴുവനും ഒരു കുട്ടിയെ കൊല്ലാൻ നോക്കിയിട്ട് ആ കുട്ടിയെ കൊല്ലാൻ ഇങ്ങോട്ട് നോക്കടോ. ഒരു രാജ്യം മുഴുവനും ഒരു കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ആ കുട്ടിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. അവസാനം എന്താ ഉണ്ടായത്? കുട്ടി പറഞ്ഞു, എങ്കിൽ ഇനി എന്നെ കൊല്ലാൻ കഴിയും. എന്നെ ഒരു പീഠത്തിൽ കയറ്റി നിർത്തിയിട്ട് ഞാൻ തരുന്ന അമ്പും വില്ലും പിടിച്ച് ആ വില്ലിൽ അമ്പ് കുലക്കുമ്പോൾ ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ റബ്ബായ അല്ലാഹുവാണ് എന്ന് പറഞ്ഞ് അമ്പ് ചെയ്താൽ എന്നെ കൊല്ലാൻ കഴിയും. അവസാനം ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടി രാജാവ് എന്ത് ചെയ്ത്? രാജാവ് കുട്ടിയെ പീഠത്തിൽ കയറ്റി നിർത്തി. നാട്ടുകാരെ മുഴുവനും സാക്ഷി നിർത്തി. ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്നങ്ങോട്ട് ചൊല്ലി വില്ലിൽ നിന്ന് അമ്പ് കുലച്ച് ഇതാ കുട്ടിയെ കൊലപ്പെടുത്തി. കുട്ടി മരിച്ചപ്പോൾ ആ നാട്ടുകാർ മുഴുവനും ഒരേ ശ്വാസത്തിൽ പറഞ്ഞു, ആമന്നാ ബില്ലാഹി റബ്ബിൽ ഗുലാം. എടാ രാജാവേ, നീയാണ് റബ്ബെന്ന് ഇതുവരെ പറഞ്ഞ് നീ ഞങ്ങളെ പറ്റിച്ചു. ഇപ്പോൾ നീ തന്നെ അള്ളാഹുവിനെ അംഗീകരിച്ചു. ഞങ്ങളെല്ലാം അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഞാൻ സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ റബ്ബിൽ വിശ്വസിച്ചത് എന്തിന്? നാട്ടുകാർ പറഞ്ഞു, റബ്ബിനെ ബോധ്യപ്പെട്ട നിന്റെ സമ്മതം ചോദിക്കേണ്ട ആവശ്യം എന്തിന്? അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ എല്ലാവരെയും തീയിലിട്ട് കൊന്നോളൂ, ഒരു പ്രശ്നമില്ല. ആ വിഷയത്തിൽ വന്ന സൂറത്താണ് ഏത്? വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദിൻ നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. ഞാൻ നീട്ടുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഈ ലോകത്ത് ആർക്കെങ്കിലും ഒരു കഴിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ നിസ്കരിച്ചാൽ ഈമാനില്ലാത്ത നിസ്കാരമായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു കഴിവില്ല, ഒരു നേതാവിനില്ല, ഒരു അധികാരിക്കില്ല, ഒരു ഭരണകൂടത്തിനില്ല, ഒരു ഭരണാധികാരിക്കില്ല, ഓർക്കുമില്ല. ആർക്ക് മാത്രം? അല്ലാ യറാ ബിനഫ്സിഹി വലിൽ ഖൽഖി ജമീഅൻ ഖുദ്റ അല അൻ-നഫ്ഇ വൽ-ളുദ്ദി. ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അല്ലാഹു അല്ലാത്ത ആർക്കും ഒരു കഴിവില്ല എന്ന് വിശ്വസിക്കലാണ് തഫ്വീദ്. വഉഫവ്വിലു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ്. ഒന്നുകൂടെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് غير الله على النبي صلى الله حق لا إله إلا الله وركي الله حسبي ربي جل الله. حق لا إله إلا الله. അനാവശ്യമായ ഊഹാപോഹങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് മുഅ്മിനീങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. ഇന്ന് മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീമമായ അബദ്ധം സോഷ്യൽ മീഡിയകൾ വഴിയായി ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അത് തെറ്റാണ്, അത് തിന്മയാണ്, അത് ഏറ്റവും വലിയ ദോഷമാണ്. എന്താണ് ഊഹാപോഹങ്ങൾ? വെറുതെ പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കുക.
ഏതോ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ നാട്ടിൽ ഊതി വീർപ്പിക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്നും ചെയ്യാൻ കഴിയില്ല, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് മിത്രങ്ങളായവരെയും ശത്രുവാക്കുക, ഭരണാധികാരികളെ ശത്രുവാക്കുക, ഭരണാധികാരികളെ കൂടെ നിൽക്കുന്നവരെ ശത്രുവാക്കുക, ഭൂരിപക്ഷ സമുദായത്തെ ശത്രുവാക്കുക, കൂടെ നിൽക്കേണ്ടവരെ ശത്രുവാക്കുക, എല്ലാവരും ശത്രുവാക്കുക. ഇതിന്റെ പിന്നിൽ ചില താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ മിസ്ഗൈഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നിലയിൽ. എങ്ങനെ? ആവശ്യമില്ലാതെ ഊഹാപോഹം പ്രചരിപ്പിക്കുക. ഏതോ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ഇവിടെ നെട്ടിച്ചാടുന്നത് എന്തിന്? അങ്ങനെ പ്രശ്നങ്ങൾ അറിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസമുള്ളവരുടെ പ്രയാസം തീർത്തരട്ടെ. ഒറ്റ പരിഹാരമേ ഉള്ളൂ, ദുആ ചെയ്യാൻ. നമ്മളോ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുക, ഒരു പ്രശ്നം വേണ്ട. മനസ്സിലായ? ചിന്തിക്കണം, ഊഹാപോഹം പ്രചരിപ്പിക്കരുത്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സുഇ, ചീത്ത പരസ്യപ്പെടുത്തുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ല. നേതാവ് ആശങ്കപ്പെടേണ്ടതിൽ അനുയായി ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നേതാവ് കൽപ്പിക്കുമ്പോഴല്ലാതെ. നേതാവ് അറിയുന്ന കാര്യങ്ങൾ മുഴുവനും അനുയായി അറിയേണ്ടതില്ല. എന്തുകൊണ്ട്? നേതാവാണ്, അനുയായിയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇനി നേതാവ് അനുയായിയെ ചതിച്ചാലും പേടിക്കേണ്ട. നേതാവിന്റെ ദുനിയാവ് ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകും. അനുയായി അള്ളാഹുവിന്റെ ഖൈറിലെത്തും, പേടിക്കേണ്ട. അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചിന്തിക്കണം. ഈ വാട്സപ്പുകൾ വഴി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ ഊഹാപോഹ പ്രചരണങ്ങളെ അവസാനിപ്പിക്കുക. അത് ദോഷം മാത്രമേ ചെയ്യൂ. എന്തുകൊണ്ട്? നമ്മൾ പേടിക്കണ്ട. നമുക്കൊരാളുണ്ട്, അയാളുടെ പേരെന്താ? അയാൾ നമ്മെ പരിചയപ്പെടുത്തിയത് അല്ലാഹു എന്ന് പറഞ്ഞിട്ടല്ല, റബ്ബ് എന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലായില്ല? അലസ്തു ബി ഇലാഹിക്കും എന്നല്ല, അലസ്തു ബി റബ്ബിക്കും. എന്താ റബ്ബി എന്ന വാക്കിന്റെ അർത്ഥം? രക്ഷിക്കുന്നവൻ. പ്രഥമ ദൃഷ്ട്യ ആ ആളും ഉടമക്കാരനും നമ്മൾ ആദ്യത്തെ സമാഗമത്തിൽ ആ ആള് നമ്മളോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒന്ന് പറയടൂ, ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നവനല്ലേന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതെ. അപ്പോൾ നമ്മുടെ ഓരോ സെക്കൻഡിലും നമ്മൾ എന്തു വിശ്വാസം ഉണ്ടായിരിക്കണം? നമുക്കൊരു രക്ഷിക്കുന്നവൻ ഉണ്ട്, അവൻ കാര്യങ്ങൾ അറിയുന്നുണ്ട്, അവൻ നമ്മളെക്കാൾ നമ്മെക്കുറിച്ച് ഉപകാരബോധമുള്ളവനും ആണ്. പിന്നെ നീ ആശങ്കപ്പെടുന്നത് എന്തിന്? നീ ഭരണകൂടങ്ങളെ ശത്രുവാക്കുന്നത് എന്തിന്? എന്ത് സംഭവിക്കാനാണ്? എന്തുണ്ടാകാനാണ്? മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അനാവശ്യമായി ആശങ്കപ്പെടരുത്. അനാവശ്യമായി ആശങ്കപ്പെടുന്നത് കൊണ്ട് ലാഭം ടെററിസ്റ്റുകൾക്കാണ്. മുഅ്മിൻ ടെററിസ്റ്റ് അല്ല. മുഅ്മിൻ ഒരു വല്ലാത്ത സക്കീനത്തുണ്ട്, അവന് റബ്ബുണ്ട്. എന്താ അതിനർത്ഥം? പറ റബ്ബ് എന്നതിനർത്ഥം പറയണോ? എന്റെ റബ്ബിന്റെ അർത്ഥം രക്ഷിതാവ്. എന്താ രക്ഷിതാവ് എന്നാൽ? എന്റെ രക്ഷയിൽ മാത്രം ശ്രദ്ധിക്കുന്നവൻ. അല്പാൽപമായി എന്നെ രക്ഷയുടെ പൂർണ്ണതയുടെ സോപാനത്തിലേക്ക് ഉയർത്തുന്നവന്റെ പേരാണ് എന്ത്? രക്ഷിതാവ്. അല്ലാഹു ആദ്യമായി നമ്മളോട് പറഞ്ഞത് ഞാൻ അല്ലാഹു ആണ് എന്നല്ല, ഞാൻ റബ്ബാണ്, ഞാൻ നിന്നെ രക്ഷിക്കുന്നവനാണ് എന്നാണ്. നമുക്ക് ഈ ബോഡി കിട്ടുന്നതിന് മുമ്പ് സോളായ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് നമ്മുടെ ഉള്ളിൽ കയറ്റി വെച്ചതാണ് അല്ലാഹു എന്നവനെ പറ്റി നമുക്ക് എന്തറിയും? റബ്ബ്. എന്തിനാ പഠിക്കണത്? എന്തിനാ പഠിക്കണത്? ഖുർആൻ തുടങ്ങിയപ്പോൾ അല്ലാഹു എന്ന് പറഞ്ഞപ്പോഴത്തിന് നമ്മുടെ ആദ്യത്തെ വിശദീകരണത്തിലേക്ക് മടങ്ങി. റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിട്ടില്ലെങ്കിലും റബ്ബിൽ ആലമീൻ. റബ്ബ് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അല്ല, അങ്ങനെ ആവും. പറ്റും. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? പറയടൂ. നെറ്റിമ കണ്ണാടി നോക്കിയിട്ട് നിസ്കാരത്താമ്പിന്റെ വലിപ്പം നോക്കല്ല വേണ്ടത്. അതേത് കള്ളനും ഉണ്ടാവും. നിസ്കാരത്താമ്പ് തലയെ കയറ്റാനോ, തലയിൽ വലിയ കെട്ടുകെട്ടി വലിയ ആളാകാനോ, തൊപ്പിമേലെ തൊപ്പി ഇടാനോ അതൊക്കെ ആർക്കും കഴിയുന്ന കാര്യമാണ്. അതൊന്നല്ല. ഇതിലേക്ക് മടങ്ങ്, പടച്ചതമ്പുരാനിലേക്ക് മടങ്ങ്. എന്താ പടച്ചവൻ പറഞ്ഞ്? ഞാൻ നിങ്ങളുടെ റബ്ബാണ്. ഖുർആൻ തുടങ്ങിയപ്പോൾ വിശദീകരിച്ചു റബ്ബിൽ ആലമീൻ. അവസാനിച്ചപ്പോൾ എന്താ പറഞ്ഞു? അവസാനത്തെ സൂറത്ത് എന്താ തുടങ്ങിയത്?
പറയാത്തുള്ള അവസാനത്തെ സൂറത്ത് എങ്ങനെ തുടങ്ങിയ? അവസാനത്തെ സൂറത്ത് ഉണ്ടോ അല്ലേ അത് തീരുമാനിക്കും. ഉണ്ടോ? ഉണ്ടല്ലേ? എങ്ങനെ തുടങ്ങിയ? എന്തിനാ പിടിക്കണം? റബ്ബുണ്ടെങ്കിൽ എന്തിനാ പിടിക്കണം? നീ പേടിക്കണ്ട്, നിനക്കത് പേടി. നീ പേടിക്കുന്നത് എന്തിന്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സൂഫിയായ മനുഷ്യൻ രാജാവിനെതിരെ പ്രസംഗിക്കും, രാജാവിൻ്റെ അധർമ്മത്തിനെതിരെ പ്രസംഗിക്കും സൂഫിയായ മനുഷ്യൻ. അപ്പോൾ സൂഫിയെ ജയിലിലിടാൻ രാജാവ് കൽപ്പിച്ചു. ആരാ രാജാവ്? ചക്രവർത്തിയായ ഹാറൂൺ റഷീദ്. ജയിലിൽ കടന്നു, ജയിലിലിട്ടു രാജകിങ്കരന്മാർ. ഒരു ദിവസം വൈകുന്നേരം ജയിലിലിട്ട് പിറ്റേന്ന് രാജകിങ്കരന്മാര് നഗരത്തിലുള്ള ഉദ്യാനത്തിലുണ്ട് പരിസരത്തൂടെ നടക്കുമ്പോഴുണ്ട്. ആ ഉദ്യാനത്തിൽ ഇങ്ങനെ ഒരു ഭാണ്ഡം തലയിൽ വെച്ചിട്ട് തലയിടയിൽ വെച്ച് ഉറങ്ങുന്നുണ്ട് ഈ സൂഫിയായ മനുഷ്യൻ. അപ്പോൾ രാജകിങ്കരന്മാർ ഇയാൾ ജയിൽ ചാടി നേരെ പിടികൂടി രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഇന്നലെ നമ്മൾ പിടിച്ച ഈ രാജാവിനെതിരെ പ്രസംഗിക്കുന്ന ആൾ ജയിലാടിയുണ്ട്. അപ്പോൾ രാജാവ് ചോദിച്ച് മല്ലദി അഖ്റജക, ആരാണ് നിന്നെ അങ്ങോട്ടാക്കിയത്? രാജാവ് വളരെ ഗൗരവമായി ചിന്തിക്കണം. രാജാവ് ചോദിച്ചു, ആരാ നിന്നെ അകത്താക്കിയത്? ആരാ നിന്നെ പുറത്താക്കിയത്? സൂഫിയുടെ മാന ഒന്ന് മാത്രം. ആരാണോ അകത്താക്കിയത് അവൻ പുറത്താക്കി. ആരാണ് പുറത്താക്കിയത്? ആരാണോ പുറത്താക്കേണ്ടത് അവൻ അകത്താക്കി. ആരാണ് അകത്താക്കിയത് അവൻ പുറത്താക്കി. ആരാണത്? അല്ലാഹ്. ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ് وأفوض أمري إلى الله إن الله بصير بالعباد. പേടിക്കേ വേണ്ട. പേടി കൽബിൽ ഉണ്ടാകുമ്പോൾ, അല്ലാഹു അല്ലാത്തവരെ പറ്റി ഒരു പേടി കൽബിൽ ഉണ്ടാകുമ്പോൾ ഈമാൻ കൽബിൽ പ്രവേശിക്കുകയില്ല. അല്ലാഹു അല്ലാത്ത ഒരാൾ എനിക്കൊരു ഉപകാരം ചെയ്യുമെന്നൊരാൾ വിശ്വസിച്ചാൽ കൽബിൽ ഈമാൻ പ്രവേശിക്കുകയില്ല. അല്ലാഹു അല്ലാത്തൊരാൾ എനിക്ക് അയാളുടെ തീരുമാനപ്രകാരം എനിക്കൊരു ഉപദ്രവം ഏൽക്കുമെന്ന് ഒരാൾ വിചാരിച്ചാലും ഈമാൻ കൽബിൽ പ്രവേശിക്കുകയില്ല. എനിക്ക് ഒരു റബ്ബുണ്ട്, അവൻ ഞാൻ എത്തിക്കുന്നിടത്തെത്തിക്കും. പേടിക്കൊന്നു വേണ്ട. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലാഹു എന്ന വിശ്വാസം ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറട്ടെ. അതിനേക്കാൾ വലിയ കൂട്ടുകാരനില്ല. ആ കൂട്ടുകാരൻ നമ്മളെ സംരക്ഷിക്കും. ആ കൂട്ടുകാരൻ ഖബറിൽ നമ്മുടെ കൂടെ ഉണ്ടാകും. ആരുണ്ടാവില്ല. ഭാര്യ പോലും, ഇഷ്ടപ്രേയസിയായ ഭാര്യ പോലും പറയാം, മരിക്കണവരെ ഞങ്ങളെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ്. എപ്പോഴും അവൾ പറഞ്ഞു, എന്ത് മരിച്ചുണ്ടാവില്ല, മരിച്ചാലും ഉണ്ടാവുന്ന ഒരാളുണ്ട്, ഒരല്ലാഹു. അവൾ മരിക്കണവരെ ഉണ്ടാവില്ല. അവൾ നിന്റെ കച്ചവടം തോന്നിയാൽ തന്നെ മെല്ലെ മെല്ലെ വിട്ടുപോകാൻ തുടങ്ങും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരാളുണ്ടാകും, അയാളാണ് അല്ലാഹു. അവനിൽ ആനന്ദിക്കുക, അവനിൽ സന്തോഷിക്കുക. സൂഫികളായ സ്വാലിഹീങ്ങൾക്ക് മുഖത്ത് മനോഹരമായ വചനം കൊണ്ടല്ലാതെ ഒരാളെയും അവർ അഭിമുഖീകരിക്കുകയില്ല. പുഞ്ചിരിച്ചല്ലാതെ അവർ സംസാരിക്കുകയില്ല. അവർക്ക് യാതൊരു പേടിയും ഇല്ല. ഒരു പേടിയില്ല. ഒരു ഭരണകൂടത്തെയും അവർ ഭയപ്പെടുന്നില്ല. ആരും ഭയപ്പെടുന്നില്ല. ഒന്നുമില്ല. അവർക്ക് അല്ലാഹു ഉണ്ട്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുക. ആഖിർ സമാനാണ്. നമ്മൾ ജീവിതത്തിൽ കണ്ടു പരിചയപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഇനി മനുഷ്യരാശിയെ മൂടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്ത് വലിയ പ്രയാസങ്ങൾ വരാൻ പോകുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ അങ്ങനെ, മറ്റുള്ള പ്രയാസങ്ങളാണെങ്കിൽ അങ്ങനെ. അവിടെയൊന്നും ഒരു അബ്ദിനെ പേടിക്കേണ്ടതില്ല. എന്തുകൊണ്ട്? അബ്ദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഖ്ലില്ലാഹു ലിൽ അബ്ദി ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹു. തനിക്ക് ഖൈറായിട്ടല്ലാത്ത ഒരു കാര്യവും അല്ലാഹു ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കൽ അബ്ദിനെ നിർബന്ധമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ 100ാമത്തെ പ്രഭാഷണവും നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു. ഈ 100ാമത്തെ പ്രഭാഷണവും അല്ലാഹുവിന് വേണ്ടി മുന്നിൽ വെച്ചിരിക്കുന്നു. ആരും പേടിക്കേണ്ടതില്ല അല്ലാഹു അല്ലാതെ. എന്നാൽ ആരെയും നിസ്സാരവൽക്കരിക്കുകയും വേണ്ട. അല്ലാഹു ആരൊക്കെ അനുസരിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ അവരെ അനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഏതൊക്കെ നിയമങ്ങൾ നിയമങ്ങൾ പാലിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ ആ നിയമങ്ങൾ പാലിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഏതെല്ലാം കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ടോ അതെല്ലാം
രോഗമായാൽ ചികിത്സിക്കണം. എന്തുകൊണ്ട്? ചികിത്സ അള്ളാഹുവിൻ്റെ നമുക്ക് ഏർപ്പെടുത്തി തന്ന ഒരു ചര്യയാണ്. എന്നാൽ രോഗം മാറിയാലും മാറിയില്ലെങ്കിലും ഈമാനാവുക എന്നതാണ് പ്രധാനം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ എന്തായാലും മരിച്ചാൽ ഈമാനിൽ മരിക്കും, ജീവിച്ചാൽ ഈമാനിൽ ജീവിക്കും. എന്താണെങ്കിലും പേടിക്കണ്ട, എന്താണെങ്കിലും പേടിക്കണ്ട. ഹംദല്ലാതെ ഒരു വാക്ക്. എന്താണ് ബഹുമാനപ്പെട്ട, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബലിപ്പെരുന്നാളാണ്. ബലിപ്പെരുന്നാളിലെ ഏറ്റവും വലിയ അമൽ എന്താണെന്ന് ഒരിക്കൽ മുത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു. എന്താ പറഞ്ഞ അവസാനിപ്പിക്കും. ബലിപ്പെരുന്നാളിലെ ഏറ്റവും വലിയ അമൽ ഏതാണെന്ന് ഒരിക്കൽ മുത്തുനബിയോട് ചോദിച്ചു. അറഫ, യൗമുൻ നഹർ, അയ്യാമുത് തശ്രീഖ്, ഈ 5 ദിവസത്തിൽ ഒരാൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കേണ്ട ഏറ്റവും വലിയ അമൽ ഏതാണെന്ന് ഒരിക്കൽ മുത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു. മുത്ത് മുഹമ്മദ് മുസ്തഫ എന്താ മറുപടി? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ആദ്യം കൂടെ ഉണ്ടോ എന്ന് പറയുന്നത് ബാക്കി പറഞ്ഞ് ഒറ്റ മിനിറ്റ് അവസാനിപ്പിക്കാം. മനസ്സിലായില്ലേ? ഒന്നും കൂടി പറയാം. ഈ 5 ദിവസം ഒരു അടിമ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് മുത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ മുത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഹുസ്നുൽ ബില്ലാഹ് വ തഅളീമു ലില്ലാഹ്. 2 കാര്യമാണ് ഈ 5 ദിവസം കൊണ്ടുവരേണ്ടത്. പിന്നെ ജീവിതത്തിൽ ഒരു മാർഗ്ഗം കൊണ്ടുപോകും. ഹുസ്നുൽ ബില്ലാഹ്, അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കുക. 2 അത്തഅളീമു ലില്ലാഹ്, അല്ലാഹുവിനെ പരമാവധി മഹത്വപ്പെടുത്തുക. ഇതന്നെ പെരുന്നാള്, ഇതന്നെ തക്ബീർ. നാളെ മഗ്രിബ് വരെ നിസ്കാര ശേഷം ചെയ്യേണ്ട അമലെന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇതിങ്ങനെ ഇവിടെ എങ്ങനെ ഇളിച്ച് ചെല്ലിയിട്ട് എന്താണ് കാര്യം? എന്താണ് കാര്യം? ഈ ഇരുകാലികളായ ആളുകളുടെ പിന്നാലെ അവരാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അല്ലാഹ് പറഞ്ഞാൽ ഒരു ശ്വാസം വിടാന്നല്ലാതെ എന്താണ് കാര്യം? ഹൃദയത്തിന്റെ ഉള്ളിൽ 2 കാര്യം ഈ 5 ദിവസം കൊണ്ട് കയറണം, അല്ലെങ്കിൽ 13 ദിവസം കൊണ്ട് കയറണം. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ. വൽ ഫജ്രി വലയാലിൻ അശ്ർ 10, വശഫഇ ഇരട്ട, വൽ വത്ർ ഒറ്റ. 2ഉം 13, 1ഉം 13, 10ഉം 3ഉം 13. അഥവാ ദുൽഹജ്ജ് 1 മുതൽ 13 വരെ എന്താ ചെയ്യേണ്ടത്? 1 മുതൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പിന്നെ 9ന്റെ പകല് സുബ്ഹി മുതൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പിന്നെ എന്ത്? അത് മുത്തലഖായി ഏതുവരെ? ഇമാമ് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ. അത് കഴിഞ്ഞാലോ നിസ്കാര ശേഷവും അല്ലാഹു അക്ബർ, അല്ലാഹു. ഇപ്പൊ നമ്മൾ മയ്യിത്ത് നിസ്കരിക്കുകയാണെങ്കിലും സുന്നത്താണ്. വഖത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ മയ്യിത്ത് നിസ്കരിച്ചാലും നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോൾ എന്താകണം കാര്യം? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ 13 ദിവസം കൊണ്ട് പഠിക്കേണ്ട പാഠം ഹുസ്നുൽ വന്നി ബില്ലാഹ്. അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിക്കുക. എൻ്റെ റബ്ബ് എനിക്ക് ഉപകാരമല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇനി സ്വയം കുഴിയിൽ വീണു, അവൻ പിടിച്ചുയർത്തും, പേടിക്കണ്ട. 2, അവനെ മഹത്വപ്പെടുത്തുക. അവനല്ലാത്ത ഒരാൾക്കും കഴിവില്ല, അവനല്ലാത്ത ഒരാൾക്കും അധികാരമില്ല, അവനല്ലാതെ ആരുമില്ല, അവനല്ലാതെ സുൽത്താനില്ല, അവനല്ലാതെ സയ്യിദില്ല, അവനല്ലാതെ ഒരാളുമില്ല, ഒരാൾക്കും കഴിവില്ല, ഒരാൾക്കും അധികാരമില്ല, ഒന്നുമില്ല. റൂഹിന്റെ ദിക്റേതാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അതാണ് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതാ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഞാൻ അവസാനിപ്പിച്ചു. അള്ളാഹുവിലേക്ക് മടങ്ങാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ വിശ്വസിക്കുക. ഇവിടെ എന്ത് സംഭവിച്ചാലും ഒന്നും സംഭവിക്കില്ല, ആര് വിചാരിച്ചതല്ലാതെ. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും എല്ലാം സംഭവിക്കും, ആര് വിചാരിച്ചാൽ. പിന്നെത് പേടിക്കണത്? ഒന്നും കഴിയില്ല, ഒന്നും നടക്കില്ല, ഒന്നും ഉണ്ടാവില്ല. അള്ളാഹുലേക്ക് മടങ്ങുക. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് 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 അല്ലാഹു അലൈഹി തവക്കലു. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു
الله 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 عليه توكل حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله حق لا إله إلا الله 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 عليه توكلوا.